الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. أما بعد، فعن عمر بن الخطاب رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: ما منكم من أحد يتوضأ فيبلغ أو فيسبغ الوضوء ثم يقول: أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء. وزاد الترمذي: اللهم اجعلني من التوابين واجعلني من المتطهرين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമളാനിൻ്റെ ഈ പ്രഭാതവും മറ്റെല്ലാ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു ഖൈറുള്ളതാക്കി തരട്ടെ. സ്വർഗവാതിലുകൾ അനേകമായി അല്ലാഹുവിൻ്റെ തിരുദൂതർ നമുക്കായി പറഞ്ഞു തന്നിട്ടുണ്ട്, തുറന്നിട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയാണ്. അവരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു തിരുവചനം അല്ലാഹുവിൻ്റെ ദൂതർ പറയുകയാണ്: മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ, നിങ്ങൾ ഓരോരുത്തരും വുളു എടുക്കുക, ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗുൽ വുളു, പൂർണ്ണമായി ശ്രദ്ധിച്ചെടുക്കുക. സുമ്മ യഖൂലു, ആ വുളു എടുത്തതിന്റെ അനന്തരം ചൊല്ലുക: അല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ഷഹാദത്ത് ചൊല്ലുക. എങ്കിൽ ഇല്ല ഫുതിഹത് ലഹു, അവന് തുറക്കപ്പെടും അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, അതിലേത് കവാടത്തിലൂടെ വേണമെങ്കിലും അവന് സ്വർഗത്തിലേക്ക് കടക്കാം. വസാദ തിർമിദി, ഇമാം തുർമുദി അവരുടെ ആ മഹാനവറുകളുടെ ഹദീസ് സമാഹാരത്തിൽ അവരുടെ റിപ്പോർട്ടിങ്ങിൽ കാണുന്നു: അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുകൂടി കൂട്ടി ചൊല്ലണം എന്ന് കാണുന്നു. അഥവാ നമ്മൾ വുളൂ ചെയ്തതിന്റെ ശേഷം ചൊല്ലുന്ന ദിക്ർ അതൊരു ചില്ലറക്കാരനല്ല, അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കർമ്മമല്ല എന്നാണ് തിരുദൂതർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വുളൂഇന്റെ ശേഷമുള്ള ഈ ദിക്ർ. നമ്മളൊക്കെ പറയാറില്ലേ, കയ്യും കണ്ണും മേൽപോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലുക. ആ ചൊല്ലുന്ന ദിക്ർ വല്ലാത്ത പുണ്യമുള്ളതാണ്. അതിന്റെ പുണ്യമാണ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും ഇത് ചൊല്ലുന്ന ആൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. എന്നിട്ട് ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാം. അത്ര വലിയൊരു പെർമിറ്റ് കിട്ടുന്ന ഒരു കർമ്മമാണ് വുളൂഇന്റെ അനന്തരം ചൊല്ലുന്ന ദിക്ർ. മിക്കവാറും പള്ളികളിലൊക്കെ വുളു എടുത്ത് കയറി വരുന്ന ഭാഗത്ത് തന്നെ വലിയ ബോർഡ് ഈ ദിക്റുകൾ കാണാതെ അറിയാത്ത ആളുകൾക്ക് കണ്ടിട്ട് ചൊല്ലാനോ അല്ലെങ്കിൽ മറന്നു പോകുന്നവർക്ക് ഓർമ്മിക്കാനോ വേണ്ടിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു ബോർഡ് നമ്മളൊരു ചെറുപ്പക്കാരൻ കൊണ്ടുപോയി സംവിധാനിച്ച് വെച്ചതാണ്. വർക്കത്ത് കൊടുക്കാൻ ആരെങ്കിലും കണ്ടിട്ട് ഒരാൾ ചൊല്ലിയാൽ അതിന്റെ കൂലി കിട്ടുമല്ലോ. അപ്പൊ നമ്മളിത് കണ്ടിട്ട് ചൊല്ലുകയല്ല, കാണാതെ ചൊല്ലാൻ പഠിക്കുന്ന ഒരു രീതിയിലേക്ക്. അത് എത്ര വിഷയമല്ലല്ലോ, ഷഹാദത്ത് കലിമ ആർക്കും അറിയാത്തതൊന്നുമല്ല. അപ്പൊ അതിനൊരു ക്രമമുണ്ട്. ആ ക്രമം എങ്ങനെ? വുളു എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് തിരുനബി പറഞ്ഞത് അടിവരയിട്ട് മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും ഒരു വുളു എടുത്ത് ചാടിക്കേറി പോരുമ്പോഴല്ല, അവിടെ പ്രത്യേകം അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു: മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗു, വുളു എടുക്കുക എന്ന് മാത്രമല്ല, അത് മുഴുവനായിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ വുളുഇന്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി വുളു എടുത്ത്, അഥവാ പൂർണ്ണ വുളു ആയിരിക്കണം. അത് കഴിഞ്ഞ് വന്നിട്ട് ഖിബല കൊള്ളെ തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക, കണ്ണും മേൽപോട്ടേക്ക് നോക്കുക. കണ്ണുകൊണ്ട് മേൽപോട്ടേക്ക് നോക്കുക, കണ്ണടക്കം തലയടക്കം ഉയർത്തിക്കണം. കണ്ണ് മേലോട്ടേക്ക്, കണ്ണിന്റെ ദിശ മേലോട്ടേക്ക് പായിച്ചാൽ മാത്രമേ. അത് അന്ധനായ മനുഷ്യനാണെങ്കിൽ പോലും സുന്നത്ത് എങ്ങനെയാന്ന് വെച്ചാൽ വുളു എടുത്തു കഴിഞ്ഞ ശേഷം അയാൾക്കും ഈ കണ്ണ് മേൽപോട്ടാക്കൽ എന്താണ്? സുന്നത്താണ്. കണ്ണിന്റെ ദിശ മേൽപോട്ട് അയാൾ നോക്കിയാൽ കാണുന്നത് കൊണ്ടല്ല, പക്ഷെ ആ അദ്ദേഹത്തിന്റെ ആ ഉൾക്കാഴ്ചയെയും
മേലോട്ടേക്ക് പായിക്കണം, കൈ രണ്ടും ഉയർത്തിപ്പിടിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ഈ ഉലൂമുദ്ദീൻ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട് വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നതിന്റെ സമാഹാരമാണ് നമ്മൾ ചൊല്ലുന്നത്. അത് ചൊല്ലിക്കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്നുകൂടി ചൊല്ലും. അതിന് പ്രത്യേകം വേറെ തന്നെ ഒരു പവർ, പ്രത്യേകം അതിന്റെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. അത് ഇപ്രകാരമാണ്: ആ ദിക്ർ ചൊല്ലിയാൽ ആ അമലിനെ അല്ലാഹു പ്രത്യേകമായി സൂക്ഷിച്ചു വെക്കും. ഒരു തോൽ കഷ്ണത്തിൽ എഴുതി അത് സീൽ ചെയ്ത് വെക്കുന്നത് പോലെ അത് സൂക്ഷിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ചെറിയ വേണ്ടാധീനങ്ങളെ കൊണ്ട്, മോശം വർത്തമാനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മം പൊളിഞ്ഞു പോകും. എന്നാൽ ഈ ദിക്ർ ചൊല്ലിയ പുണ്യകർമ്മം, അതിന്റെ പ്രതിഫലം വേറെ എന്ത് ചെയ്താലും പൊളിയൂല. അത് അങ്ങനെ തന്നെ അതിങ്ങനെ ഉണ്ടാവും ആ അമല്. ഇതെന്നെ ഈ അമല് പൊട്ടിക്കുള്ളൂ. നന്മ തിന്മ തൂക്കുന്ന തുലാസിന്റെ സമീപം നന്മയുടെ തട്ടിലേക്ക് ഇടാൻ അപ്പോൾ മാത്രം പൊട്ടിച്ചിടുന്ന അമലാണ് ഈ ദിക്ർ. ഈ ദിക്ർ ചൊല്ലിയാലുള്ള ഗുണം അതാണ് എന്ന് പറഞ്ഞാൽ ഇത് ബാത്തിലാവില്ല, അത് നശിക്കില്ല. ഇതെപ്പോഴും ആ അമല അവിടെ ഉണ്ടാവും, ഒരു ഡെപ്പോസിറ്റ് ആയിട്ട്. ഇതിങ്ങനെ കുനുകുനാനെ കൂടിക്കഴിഞ്ഞാൽ നാളെ മഹ്ശറിൽ നന്മയുടെ തുലാസിന്റെ, നന്മയുടെ തട്ടിലേക്ക് ഇതങ്ങോട്ട് പൊട്ടിച്ചിടുമ്പോൾ കനം തൂങ്ങാൻ പറ്റുന്ന അത്രയും വലിയ അമലാണ് ഇത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നത്. ഇതും വുളൂഇന്റെ ആ ദിക്റിന്റെ തൊട്ട് ആഡ് ചെയ്തിട്ട് പറയണതാണ്. ഇത് കഴിഞ്ഞിട്ട് അവസാനം ഒരു സ്വലാത്തും ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുന്ന ഒരു രീതി. അത് 3 പ്രാവശ്യം ചൊല്ലിയാൽ പരിപൂർണ്ണ സുന്നത്തായി, 1 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അതിന്റെ നല്ല സുന്നത്ത് നമുക്ക് കിട്ടും. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഒളു എടുത്ത് വരുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് ഒളു എടുത്തിട്ട് ഇങ്ങോട്ട് നിന്നാൽ തന്നെ വളരെ ലെവല് കിട്ടുമല്ലോ. ഇതിലുള്ള തിരിഞ്ഞു വെക്കാൻ നല്ല സൗകര്യമുണ്ട്. അവിടെ നിന്നിട്ട് ഇത് ചൊല്ലിയിട്ട് വണ്ടിയിൽ ഉള്ളിൽ കയറാൻ ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ ഒന്നുകൂടി ക്രമമനുസരിച്ചിട്ട് ഒറ്റ വട്ടത്തിൽ ചൊല്ലിത്തരാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സുബ്ഹാനക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ഇതാണ് എന്റെ സമ്പൂർണമായ രൂപം. അത് ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടും. ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാം എന്നാണ് അല്ലാഹുവിന്റെ ദൂതൻ ഓർമ്മപ്പെടുത്തിയത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന അമലുകൾക്കൊക്കെ വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. നാളെ ആഖിറത്തിൽ കുളിർക്കെ കാണാവുന്ന കർമ്മങ്ങളായി എല്ലാം അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. وآخر دعوانا أن الحمد لله رب العالمين.